കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച ദിവസം നമുക്ക് കർത്താവിനെ ആരാധിപ്പാനായിട്ട് കടന്നു വരാൻ ദൈവം ഇടയാക്കിയല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിവിടുന്ന് പിരിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവമായ കർത്താവ് കൂടിയിരുന്നു, അനുഗ്രഹിച്ചു, വഴി നടത്തി. ആപത്തുകൾ, അനർത്ഥങ്ങൾ നമ്മൾ സാക്ഷ്യം കേട്ടതുപോലെ വിധമായ അപകടങ്ങളിലെ പശ്ചാത്തലത്തിലെല്ലാം ദൈവമായ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. പ്രാർത്ഥനകളെ ദൈവം കേട്ടു. ദൈവം നടത്തിയ ആ വലിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് സന്തോഷത്തോടും തിരിച്ചിൽ നന്ദിയോടെ ആയിരിക്കാം. ദൈവമായ കർത്താവ് നാം ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗമാണ്. ബാക്കി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഏറെക്കുറെ മധ്യഭാഗമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത്. നമുക്കറിയുന്നത് പോലെ ഈ അധ്യായം പ്രധാനമായിട്ടും ഉയർപ്പിനെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത്. കർത്താവിൻ്റെ ഉയർപ്പ് എങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? കർത്താവിൻ്റെ ഉയർപ്പ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നത്? കർത്താവിൻ്റെ ഉയർപ്പ് അല്ലെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ നിന്നുള്ള പുനരുത്ഥാനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ സ്വാധീനിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തെ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഉയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരവും ശുശ്രൂഷ സംബന്ധിയായ യാത്രയുടെ മുഖ്യ പ്രേരണ, അങ്ങനെ ഞാൻ വിളിക്കുന്നത്, ദ പ്രൈം മോട്ടിവേഷൻ ഫോർ അവർ പേഴ്സണൽ ആൻഡ് മിനിസ്റ്റീരിയൽ ജേർണി. റിസറക്ഷൻ, ദ പ്രൈം മോട്ടിവേഷൻ ഫോർ അവർ പേഴ്സണൽ ആൻഡ് മിനിസ്റ്റീരിയൽ ജേർണി. ഉയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരവും ശുശ്രൂഷ സംബന്ധിയുമായ യാത്രയുടെ മുഖ്യ പ്രേരണ, അങ്ങനെ നമ്മളതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് നമ്മൾ അതിനെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ സെൻറ്റൻസ് ഒത്തിരി വലുതായിട്ട് തോന്നും, പക്ഷേ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരവും വൈയക്തികവും സാമൂഹ്യപരവുമായുള്ള ശുശ്രൂഷ സംബന്ധമായിട്ടൊക്കെ എങ്ങനെയാണ് നമ്മുടെ ആ യാത്ര ഇത് എങ്ങനെ പ്രേരിപ്പിക്കുന്നത്? പല ഘട്ടങ്ങളിൽ പല വ്യത്യസ്ത ഫേസുകൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? അപ്പോൾ ഉയർപ്പ് എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് പറയുന്നത് സ്റ്റോറിയായിട്ട് നിൽക്കേണ്ടതല്ല. അത് നമ്മുടെ ജീവിതത്തെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. ഉയർപ്പ് നമ്മൾ നിരന്തരം ഓർക്കേണ്ടതിൻ്റെ ആവശ്യമതാണ്. കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമുക്ക് ഒരു സ്റ്റോറിയായിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ടതല്ല, ഒരു കഥയായിട്ട് നമ്മളെ ഇങ്ങനെ എപ്പോഴെങ്കിലും വർഷത്തിൽ എപ്പോഴെങ്കിലും ഓർത്തെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല. സത്യത്തിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈസ്റ്ററിൻ്റെ ഒരു അന്തരീക്ഷം ആണല്ലോ, നമുക്കറിയാവുന്ന പോലെ. അങ്ങനെ ഒരു വാർഷികമായ ഒരു ആചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട, അത് ആവശ്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല അത്. മറിച്ച് അതിനപ്പുറത്തേക്ക് ഉയർപ്പ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ എപ്പോഴും നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്. അത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരെങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാനിതിനെ അങ്ങനെ വിളിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ ഉയർപ്പ് വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നു, നമുക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ വാക്യം ഒന്ന് വാക്യം വായിച്ചിട്ട് നമുക്കതിലേക്ക് കടന്നു പോവാം. 15-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വാക്യങ്ങൾ. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിൽ ആകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തതും വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം?
മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർബന്ധരായ ഉണരുവാൻ പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. ആമേൻ. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കൂടെ ചേർത്ത് ശുശ്രൂഷ ആ ഭാഗവും എല്ലാം ചേർന്നിട്ട് ഒരു ഉപദേശം എന്ന നിലയ്ക്ക് പറയുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് അതിലൂടെ എന്താണെന്ന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ ആ വിഷയത്തെ അതൊരു നമ്മുടെ ജീവിതത്തെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരണ ഘടന മോട്ടിവേഷൻ എന്ന നിലയ്ക്ക് എങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് ഞാനൊരു 3-4 പോയിൻറ്റുകൾ അതിനകത്ത് കണ്ടെത്തി. അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ മോട്ടിവേഷനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ നിൽക്കുന്നതെന്നുള്ള ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അത് നിത്യപ്രത്യാശയ്ക്കൊരു കാരണമായ ഘടകമാണ്. നിത്യപ്രത്യാശയുടെ കാരണമായ ഘടകമാണ്. അതൊരു കോസേറ്റീവ് ഫാക്ടറാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിത്യമായ ജീവനെ പറ്റിയുള്ള ഒരു ഹോപ്പാണ്. നമ്മളിവിടെ മരിച്ച് അതിൻ്റെ മുമ്പ് തന്നെ പറയുന്നുണ്ട്, 15:19 പറയുകയാണ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. അപ്പോൾ നമ്മുടെ പ്രത്യാശ കേവലം ഈ ഭൂമിയിൽ മാത്രമാണെങ്കിൽ നമ്മൾ വെറും മനുഷ്യരെക്കാൾ സാധാരണ ഏത് മനുഷ്യനേക്കാൾ അരിഷ്ടന്മാരാണ്. നമുക്ക് അതിനകത്ത് പ്രത്യേകതകളൊന്നുമില്ല, നമുക്ക് പ്രത്യാശ ഇല്ല. നമ്മുടെ പ്രത്യാശയ്ക്ക് ഈ ജീവിതത്തിനപ്പുറത്തേക്കൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ക്രിസ്തുവേശുവിൽ നാം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ആയുസ്സിൽ മാത്രമല്ല നമ്മുടെ പ്രത്യാശ നിൽക്കുന്നത്, നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ് ക്രിസ്തീയ അല്ലെങ്കിൽ വചനം നമ്മളോട് പറയുന്ന ആ ഒരു സത്യം. നോക്കുക, അവിടെ ഈ 29ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? പൗലോസ് ചോദിക്കുക, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ അവരെന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല, അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? എന്താണ് ഇതിൻ്റെ വിഷയം? ഇവിടെ സ്നാനവും നിത്യജീവനും നിത്യപ്രത്യാശയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുക. എന്തായാലും വരാനുള്ള കാരണം ഒരു തെറ്റായ പഠിപ്പിക്കൽ തന്നെയാണിത്. അവർക്കിടയിലുണ്ടായ തെറ്റായ ഒരു മനസ്സിലാക്കലാണിത്. പക്ഷേ അതിനെ തന്നെയാണ് ഇവിടെ പൗലോസ് എടുത്ത് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ റിസറക്ഷൻ അല്ലെങ്കിൽ പുനരുത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഇതാണ്: പുനരുത്ഥാനത്തിന് വലിയ പ്രസക്തി ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ചിന്ത, പുനരുത്ഥാനം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നൊരു അവസ്ഥ, ഇതൊക്കെ ഈ കൊരിന്ത്യ സഭയിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ തെറ്റായ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു പുതിയ പരിപാടിയല്ല. എല്ലാ കാലത്തും ക്രൈസ്തവ സഭ നേരിട്ടുള്ള പ്രശ്നമാണ് തെറ്റായ പഠനങ്ങൾ, തെറ്റായ പഠിപ്പിക്കലുകൾ. അത് നിരന്തരം നമ്മുടെ സഭാ അന്തരീക്ഷത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അതിനെ നേരിടാനായിട്ട് സഭയ്ക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടായിരിക്കണം, നിലവാരം കാഴ്ച ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശരിയായ പഠിപ്പിക്കൽ നടക്കുന്നില്ല, തെറ്റായ പഠിപ്പിക്കൽ സഭയെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ കൊരിന്ത്യ സഭയിലുണ്ടായ ഒരു തെറ്റായ പഠിപ്പിക്കലായിരുന്നു മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുക. എന്തായാലും കാരണം, ചില ആൾക്ക് സ്നാനപ്പെടാതെ മരിച്ചുപോയി, അവർ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഈ ചോദ്യം അവരുടെ മുമ്പിൽ വന്നപ്പോൾ അവർ കണ്ടൊരു വഴിയാണ്: എൻ്റെ അമ്മാച്ചൻ മരിച്ചുപോയി, പുള്ളിക്ക് പോകാൻ പറ്റില്ല, അതിന് പകരം ഞാനങ്ങ് സ്നാനപ്പെടാം. ഒരു ഐഡിയ ആണ് അവർ കണ്ടുപിടിച്ചത്. അപ്പം ഒരാൾ മരിച്ചുപോയി, അപ്പോൾ അവർക്കിനി തിരിച്ചൊന്നും സ്നാനപ്പെടാൻ പറ്റില്ലല്ലോ, സ്നാനപ്പെടാത്തൊരു സ്വർഗത്തിലും പോകില്ലല്ലോ. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? അവർക്ക് പകരം ഞാനങ്ങ് സ്നാനപ്പെടാം. ഇങ്ങനെയുള്ള ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ മനുഷ്യൻ ഈ റാഷണലൈസ് ചെയ്ത് ബുദ്ധിപരമായിട്ട് സ്വർഗത്തിൽ പോകാനുള്ള പണികൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണിത്. അപ്പോൾ ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കാനുള്ളൊരു പരിപാടി അവിടെ ഉണ്ടായിരുന്നപ്പോൾ, അങ്ങനെ ഒരു ശീലമുണ്ടായപ്പോൾ അത് പറയാം, നിങ്ങൾ അങ്ങനെ സ്നാനപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഉയർപ്പെന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സ്നാനപ്പെടുന്നതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ മെത്തേഡ് നിങ്ങളുടേതാണ്. മരിച്ചവർക്ക് വേണ്ടി മരിക്കുന്ന സ്നാനപ്പെടുന്നതൊക്കെ നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷേ നിങ്ങൾ തന്നെ പറയുക ഇവിടെ മരണത്തിന് ശേഷം പുനരുത്ഥാനമില്ല. അങ്ങനെ പുനരുത്ഥാനമില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നില്ല, പിന്നെ എന്തിനാ ഈ കഷ്ടപ്പാട്? അപ്പോൾ അവരുടെ തന്നെ ആ ശീലത്തെ അല്ലെങ്കിൽ അവരുടെ തന്നെ ആ ഒരു ഉപദേശത്തെ തന്നെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ ഉയർക്കുന്നതിലാണ് നമ്മുടെ പ്രത്യാശ ഇരിക്കുന്നത്. ഈ സ്നാനം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ, കർത്താവിനോട് ചേരുക എന്നൊക്കെ പറയുമ്പോൾ, കർത്താവിനോട് ചേരുന്നവൻ
കർത്താവ് മരിച്ചു ഉയർത്ത പോലെ തന്നെ മരിച്ചുയർക്കാൻ തന്നെയുള്ള ഒരാളാണ്. നമ്മുടെ മരണം നമ്മുടെ എൻഡല്ല, അവസാനമല്ല. അതുകൊണ്ട് നിത്യപ്രത്യാശയുടെ ഒരു സാധ്യത ഈ പുനരുത്ഥാനം നമുക്ക് തരുന്നുണ്ട്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിൽ സുവിശേഷം തന്നെ വ്യർത്ഥമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ നിത്യപ്രത്യാശയുടെ ഒരു കാതലായ ഒരു അടിസ്ഥാനപരമായ ഒരു ഉറപ്പാണ് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളത്. യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മൾ ആരെ കണ്ടിട്ട് പറയും നമുക്ക് ഈ മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്ന്? നമുക്കങ്ങനെ ഒരു മാതൃക എന്താണുള്ളത്? നമുക്കങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരാണുള്ളത്? ആരുമില്ല. മനുഷ്യരിൽ നിന്ന് ആരും അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെ സംഭവിച്ചതായതുകൊണ്ട് യേശുവിൻ്റെ പുനരുത്ഥാനം മരണത്തെ ജയിച്ചത്, പാതാളത്തെ ജയിച്ചതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു പാഠമായി നിൽക്കുകയാണ്, ഒരു സൂചനയായി നിൽക്കുകയാണ്, ഒരു ഡയറക്ഷനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. കാരണം മരണം ഒന്നിൻ്റെയും അവസാനമല്ല. നമുക്കിതിന് ശേഷം ഒരു ജീവിതമുണ്ട്. പലപ്പോഴും മരണമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. മരണഭയമാണ് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഭയമാണ് പലതും നമ്മളെ കൊണ്ട് ചെയ്യിക്കാത്തതും. മരണത്തെ പേടിച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്നത്. പക്ഷെ മരണത്തെ ഭയമില്ലാത്തവർ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വടക്കേന്ത്യയിലൊക്കെ നമ്മൾ കേൾക്കുന്ന സ്റ്റോറീസ് ഭയങ്കരമാണ്. പക്ഷേ സുവിശേഷത്തിനോട് നിൽക്കുന്നവർ ഇപ്പോഴും അവിടെ ഇല്ലേ? ഉണ്ട്. അവർ പ്രവർത്തിക്കുന്നില്ലേ? ഉണ്ട്. സഭകൾ ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം ഒരു ഭീകരമായുള്ള പീഡനങ്ങൾ കടന്നു പോകുന്നുണ്ട്. സഭകൾ നിൽക്കുന്നുണ്ടോ? ക്രിസ്തീയ വിശ്വാസം ഇല്ലാതെയാവുന്നുണ്ടോ? ഇല്ല. ഈ പീഡനങ്ങൾക്ക് നടുവിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. സഭ അതിൻ്റെ തുടർമാനമായ യാത്ര നടത്തിക്കൊണ്ടേയിരിക്കുക. എന്താണ് കാരണം? ഈ മരണമെന്ന് പറയുന്നതിൻ്റെ അവസാനമല്ല എന്നും ഇതിനപ്പുറത്ത് കർത്താവിൻ്റെ കൂടെ ഒരു വാഴ്ച, അവനോടൊരു ജീവിതം, ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു ജീവിതമുണ്ടെന്നുള്ള വലിയൊരു ഉറപ്പാണ് ഒരു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും ഇവിടെ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനപ്പുറത്തേക്ക് നമുക്ക് കർത്താവിനോടുള്ള നിത്യവാസത്തിൻ്റെ വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ പല കാര്യങ്ങളും ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, അത് കാലികമാണ്, നൈമിഷികമാണെന്നൊക്കെ അപ്പോസ്തലൻ പറയുന്നതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളും വിശ്വസിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ പല ജീവിതങ്ങളെടുത്ത് നോക്കിക്കോ, നമുക്ക് ചുറ്റുമുള്ളവർ പലപ്പോഴും അവർക്ക് നമ്മുടെ കയ്യിലുള്ള പല നേട്ടങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അവരുള്ളൊരു ഉറപ്പുള്ള ഒരു വിശ്വാസവും ഒരു ധൈര്യവും ആത്മീയ ബലം അവർക്കുണ്ടാവും. നമുക്കിവിടെ ജീവിതത്തിലുള്ള പല സെക്യൂരിറ്റി ഇല്ലാത്തവരായിരിക്കും പലരും. പക്ഷെ അവരുടെ ഉള്ളിൽ കർത്താവിലുള്ള വിശ്വാസം ആഴമായതുകൊണ്ട് അവർ പലപ്പോഴും ഇവിടെ ഇല്ലാത്തതിനെ പോലും പ്രത്യാശയോടെ ജീവിക്കാൻ അവരെ സഹായിക്കും. അപ്പോൾ ജീവിതത്തിൽ പലതും നമുക്ക് നേടാനൊന്നും ആവിന്ന് വരില്ല. പക്ഷേ കർത്താവിലുള്ള ആഴമേറിയ വിശ്വാസമുണ്ടെങ്കിൽ നമുക്കറിയാം അവനോടൊരു നിത്യമായൊരു വാസം നമുക്കുണ്ട്. അവൻ്റെ സന്നിധിയിൽ നമുക്ക് നിത്യമായ ഒരു അനുഭവം നമുക്കുണ്ട്. നമ്മളിന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കപ്പുറത്ത്, പ്രതികൂലങ്ങൾക്കപ്പുറത്ത് കർത്താവിനോടുകൂടെ അവനെ ആരാധിച്ച് അവൻ്റെ മുഖാമുഖം കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ടി കർത്താവ് കരുതിയിട്ടുണ്ട് എന്നുള്ള ബോധ്യമാണ് ഏതൊരു ദൈവവേദിലിനെ നിലനിർത്തുന്നത്, അവനെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊരു നിത്യപ്രത്യാശയെ ഉൽപ്പാദിപ്പിക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായ ഒരു ഘടകം തന്നെയാണ് ഈ ഉയർപ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനം എന്ന് പറയുന്നത്. പുനരുത്ഥാനം ചെറിയൊരു കാര്യമല്ല, നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ കഴിവുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ തളർച്ചയിൽ നിന്നും പതർച്ചയിൽ നിന്നും താഴ്ചയിൽ നിന്നെല്ലാം പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒന്നാണ്. അതുകൊണ്ട് കർത്താവിൽ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ഉറപ്പായിട്ടും വിശ്വസിക്കണം. അവൻ മരിച്ചു എന്ന് മാത്രമല്ല അറിയേണ്ടത്, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഇന്ന് പിതാവിൻ്റെ സേനയിൽ പക്ഷപാതം ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ബലഹീനതയിൽ സഹതയിപ്പാൻ കഴിയാത്തവനല്ല നമുക്കുള്ള മഹാപുരോഹിതൻ എന്ന് എബ്രായ ലേഖനം പറയുന്ന പോലെ നമ്മൾ അറിയണം നമ്മുടെ ബലഹീനതകളും നമ്മുടെ താഴ്ചകൾക്കും വീഴ്ചകൾക്കും പരാജയങ്ങൾക്കപ്പുറത്ത് നമ്മളെ താങ്ങി നിർത്താൻ കഴിയുള്ള ഒരു മഹാപുരോഹിതൻ, വിശ്വസ്തനായ പിതാവ്, നമുക്ക് വേണ്ടി പ്രാണനെ തന്നവൻ, നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിട്ടും കൂടി ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ബോധ്യമാണ്, അവൻ ജീവിക്കുന്നു എന്നുള്ള ബോധ്യമാണ് നമുക്ക് ബലം തരുന്നത്, നമ്മൾ ഉറപ്പിക്കുന്നത്, നമ്മൾ ധൈര്യമുള്ളവരാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയത് മോട്ടിവേറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം ഇറ്റ്സ് ഇൻസ്പിറേഷൻ ഫോർ റെഗുലർ സബ്മിഷൻ. നിരന്തരമായ ഒരു സമർപ്പണത്തിന് നമ്മളെ അത് സഹായിക്കുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നറിയാമോ? ഞങ്ങൾ 30-ാമത്തെ വാക്യം പറയുന്നു, ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? 31 കൂടെ വായിച്ചോ.
സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. കണ്ടോ? രണ്ട് തരം. ഒന്ന്, ഞങ്ങൾ നാഴിക തോറും ഓരോ മണിക്കൂറും മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രാണഭയത്തിലാകുക, എൻഡേഞ്ചർ, പ്രാണഭയത്തിലാകുകയാണ്. രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്കുള്ള നിങ്ങളുടെ പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു, ദിവസേന മരിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിസ്തു നിമിത്തം നാം ദിവസേന മരിക്കുന്നു. ഒന്ന് പ്രാണഭയത്തിലാകുന്നു. അതൊരു പക്ഷേ ആ ഓരോ നാഴിക പ്രാണഭയത്തിലാവുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ ശുശ്രൂഷയിൽ നേരിടുന്ന പ്രതിസന്ധിയോ പ്രതികൂല നിമിത്തമായിരിക്കാം. പക്ഷേ ഞാൻ ദിവസേന മരിക്കുന്നു, വ്യക്തിപരമായിട്ട് ഞാൻ ദിവസേന മരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അത് ശരീരത്തിലുള്ളൊരു മരണമല്ല. എന്തായിരിക്കാം അത്? അത് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലുള്ള തിന്മകളിലുള്ള മരണമാണ്, പാപത്തിലുള്ള മരണമാണ്, അശുദ്ധിയിലുള്ള മരണമാണ്, ദൈവപ്രസാദമല്ലാത്ത കാര്യങ്ങളിലുള്ള മരണമാണ്, ദൈവത്തിന് നിഷേധകരമായ കാര്യങ്ങളിലുള്ള മരണമാണ്. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഇത് വലിയൊരു വിശാലമായ പാഠമാണ്. കാരണം ജീവിതത്തിൻ്റെ പ്രതിസന്ധിയാകുന്ന ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ പലപ്പോഴും കർത്താവിലേക്ക് തിരിയാറുള്ളൂ. പക്ഷേ ദിവസേന മരിക്കുന്ന ഒരുവൻ, ദിവസേന ദൈവസന്നിധിയിൽ കൃപ പ്രാപിക്കേണ്ടതിന് തന്നെ തന്നെ മരിപ്പിക്കുന്ന ഒരുവൻ, അങ്ങനെ ഒരാളെ നമ്മളിവിടെ കാണുന്നത്. നമുക്ക് എത്രത്തോളം കർത്താവിൻ്റെ മുമ്പിൽ നിരന്തരം സമർപ്പിതരാകാൻ കഴിയുന്നുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ, നമ്മൾ എന്ത് ആകണം അതിന് മേളിൽ ചിന്തിച്ചു വരാതെ, ദൈവഹിതത്തിന് കീഴ്പ്പെട്ടും സമർപ്പിച്ചും നമുക്ക് ഓരോ ദിവസവും പോകാനായിട്ട് നമ്മളെ സഹായിക്കാൻ ഈ പുനരുത്ഥാനത്തിന് കഴിയും. ഈ പുനരുത്ഥാനത്തിന് നമ്മളെ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മരണത്തോളം തന്നെ സമർപ്പിക്കപ്പെട്ട ഒരുവനാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകതയാണ് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തുന്ന. ഈ തന്നെത്താൻ താഴ്ത്തുക എന്ന് പറയുന്നത് പറയാൻ നമുക്ക് എളുപ്പമാണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഓരോ ഘട്ടങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തുവാനും സമർപ്പിക്കുവാനും ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനും കഴിയുക വളരെ പ്രയാസമുള്ള കാര്യം. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, നമ്മളിലുള്ള സ്വപ്നങ്ങൾ, നമ്മുടെ ഉള്ളിലെ ലക്ഷ്യബോധങ്ങളൊക്കെ പലപ്പോഴും ഈ ദൈവഹിതമായിട്ട് പലപ്പോഴും ഇടഞ്ഞ് പോകാറുണ്ട്. എൻ്റെ ഇളയ സഹോദരനോട് 10-20 വയസ്സുള്ളിൽ തന്നെ ദൈവാത്മാവ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നീ ദൈവവേലയ്ക്കുള്ളവനാണ്. ഞങ്ങളുടെ വീട്ടിലെ പാസ്റ്റർ എന്ന് വിളി കേട്ടിട്ടുള്ളത് അദ്ദേഹമാണ്. ഞങ്ങളെ ആരും പാസ്റ്റർ എന്ന് വിളിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ എല്ലാവരും പാസ്റ്റർ എന്ന് വിളിക്കുമായിരുന്നു. പക്ഷേ 45 വയസ്സുള്ള ഇദ്ദേഹത്തിന് ഇത് കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. എത്ര ആലോചന കേട്ടാലും പുള്ളി അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്കിപ്പടിച്ച് പോകും. പഠിത്തമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ജോലി ജീവിക്കുന്നതാണ് പുള്ളിയുടെ ആഗ്രഹം. 2 പ്രാവശ്യം പ്രാണഭയത്തിലേക്ക് എത്തിക്കഴിഞ്ഞ പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി മുന്നോട്ട് പോക്ക് നടക്കില്ല. ആൾ പേരക്കുറെ സമർപ്പിച്ചിട്ടുണ്ട്. 20-25 വർഷം കയ്യിൽ നിന്ന് പോയി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ദിനേനെ നമ്മൾ സമർപ്പിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവഹിതത്തെ തിരിച്ചറിയുകയും ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ആഗ്രഹങ്ങളെ താഴ്ത്തുകയും മരിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രക്രിയയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പിതാവേ ഈ കപ്പ് എൻ്റെ നിന്ന് മാറ്റിത്തരണം. ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, എൻ്റെ ഹൃദയം വല്ലാതെ പരിഭ്രമത്തിലാവുന്നുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ആ കർത്താവ് പിന്നെ ആ പ്രാർത്ഥന തുടരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എങ്കിലും ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാനിവിടെ വന്നത്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നിടത്താണ്, ഈ ഒരു പ്രാർത്ഥന നിരന്തരം ജീവിതത്തിൽ സംഭവിക്കുന്നിടത്താണ് ദൈവഹിതങ്ങൾ നമ്മളിൽ പൂർത്തിയാകുന്നുള്ളൂ. അത് നിരന്തര പ്രാർത്ഥനയാകുന്ന മനുഷ്യനാണ് ഈ ദിനേന മരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളിൽ മരിക്കുന്നു, നമ്മുടെ പാപത്തിൽ മരിക്കുന്നു, മോഹങ്ങളിൽ മരിക്കുന്നു, നമ്മുടെ ഇഷ്ടങ്ങളിൽ മരിക്കുന്നു. അപ്പോഴും നമ്മൾ ചോദിക്കാൻ കർത്താവ് നിൻ്റെ ഇഷ്ടം എന്തായിരിക്കാം, നീ എന്ത് ചെയ്യാനാണ് ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ ചോദിക്കാനായിട്ട് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ എല്ലാ മരണങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു പുനരുത്ഥാനം എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞാൻ
അവോയ്ഡ് ചെയ്യുന്നതിൽ, ഞാൻ കീഴ്പ്പെടുന്നതിൽ, ഞാൻ തകർക്കപ്പെടുന്നതിൽ ദൈവത്തിന് നാളെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്നെപ്പറ്റിയൊരു പ്ലാനുണ്ട്. എൻ്റെ തകർച്ചകൾ, എൻ്റെ കീഴ്പ്പെടലുകൾ, എൻ്റെ തോൽവികൾ എല്ലാത്തിനും അപ്പുറത്ത് എന്നെ ഉയർപ്പിക്കാൻ കഴിയുന്ന, മടക്കി വരുത്താൻ കഴിയുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ തോൽക്കുന്നത് എന്നേക്കുമല്ല, പരാജയപ്പെടുന്ന എന്നേക്കുമല്ല. ഞാൻ കീഴ്പ്പെടുമ്പോൾ, പരാജയപ്പെടുമ്പോൾ, ഞാൻ ക്ഷീണിതനായി മാറുമ്പോൾ, ഞാൻ പിന്നോട്ട് മാറേണ്ടി വരുമ്പോൾ ഒന്നും ഞാൻ എന്നേക്കുമായി തോൽക്കുന്നില്ല. മറിച്ച് എനിക്ക് മടങ്ങിയിരുവാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ കർത്താവ് മരണത്തെ ജയിച്ചവനാണ്, തോൽവിയെ ജയിച്ചവനാണ്, പാപത്തെ, ശാപത്തെ ജയിച്ചവനാണ്, ശത്രുവിൻ്റെ വെല്ലുവിളികളെ ജയിച്ചവനാണ്. ആ ബോധ്യമാണ് നമ്മളെ ആ തോൽവിയിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. പിന്നോട്ടുള്ള പോക്കിൽ, സമർപ്പണത്തിൽ. ഒരു പക്ഷേ കർത്താവ് നമ്മളെ മരണ നിഴലിൻ്റെ താഴ്വരെ കൂടി നടത്തിയാലും ഭയപ്പെടില്ല എന്ന് പറയാൻ കാരണം, എനിക്കപ്പുറത്ത് എന്താണ് മേശ അവൻ ഒരുക്കുന്നുണ്ട് എന്ന് 23-ാം സങ്കീർത്തനത്തിൽ ആര് പറയുന്നു? സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്. ദാവീദിൻ്റെ അനുഭവമാണത്. ഞാൻ മരണത്തിൻ്റെ നിഴലിൽ കൂടെ കിടന്നാലും എനിക്കത് എൻ്റെ ഒന്നുമല്ല, ഇതിനപ്പുറത്ത് എനിക്കൊരു മേശ എൻ്റെ കർത്താവ് എനിക്ക് കൊണ്ട് ഒരുക്കുന്നുണ്ട്. അത് ആരുടെ മുമ്പിലാണ്? ശത്രുക്കൾ മുൻപാകെ. ഇപ്പം നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമുക്ക് ഈസിയായ ഘട്ടങ്ങളെല്ലാം ആവശ്യപ്പെടേണ്ടി വരുന്നത്. പ്രതികൂലങ്ങൾ നേരിടുമ്പോഴും, പ്രതിസന്ധി നേരിടുമ്പോഴും, നമ്മളെ തകർക്കാനായിട്ട് പിശാചിൻ്റെ പദ്ധതികൾ നമ്മുടെ നേരെ വരുമ്പോഴൊക്കെ കർത്താവ് ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെടും, നീ താണിരിക്കുക, നീ മിണ്ടാതിരിക്കുക, ഞാൻ പ്രവർത്തിക്കാം. പക്ഷെ നമുക്ക് കഴിയില്ല. പലപ്പോഴും അവിടെ നമുക്ക് മിണ്ടിയേ ഒക്കൂ. നമുക്ക് ചിലപ്പോൾ മറുപടി പറഞ്ഞേ എതിർത്തേ ഒക്കൂ. അങ്ങനെയൊക്കെ നമ്മളായിപ്പോവും. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിരന്തരമായി സമർപ്പിക്കുന്ന, ദൈവേഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന, നമ്മുടെ ജഡത്തെ മരിപ്പിക്കുന്ന, ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയെ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നത്, ഞാൻ ദിവസേന മരിക്കുകയാണ്, ദിവസേന ഞാൻ മരിക്കുകയാണ്. എൻ്റെ ഇച്ഛകളിൽ, എൻ്റെ ഇഷ്ടങ്ങളിൽ എല്ലാം ഞാൻ മരിക്കാൻ തയ്യാറാണ്. എന്തെല്ലാം പ്ലാനുകൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും, എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷേ എപ്പോഴും ദൈവാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ്. ഇന്ന് പൽക്കാലം നമുക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി വരണം. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സുഖതമായ അനുഭവങ്ങൾ കടന്നു പോകുന്നൊരു കാലഘട്ടമൊക്കെ എനിക്ക് തോന്നുന്നു ചലഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ വായിച്ചത്, കാനഡയിൽ പുതിയൊരു ഹെയ്റ്റ് ലോ വന്നു കഴിഞ്ഞു, ഹെയ്റ്റ് ക്രൈം. അതിനെ ആൾക്കാർ മനസ്സിലാക്കുന്നത് മറ്റാരുടെയെങ്കിലും ജീവിതം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഹെയ്റ്റായിട്ട് മാറും. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അവർ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന LGBTQ, അതായത് എന്താ മലയാളത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ പോലുള്ള ആളുകൾ, മൂന്നാം എന്താ പറയുന്നത്, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ആണും അല്ല പുരുഷനുമല്ല സ്ത്രീയുമല്ലാത്ത മൂന്നാമത്തെ ആ ഒരു ഗ്രൂപ്പ്. അപ്പോൾ അത്തരം ആളുകൾ അവർക്കെതിരെയൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രൈമായിട്ട് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകൾ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരം നിയമങ്ങൾ ലോകത്തൊട്ടാകെ ഈ ക്രൈം നിയമങ്ങളുണ്ടായി വരിക. ഹെയ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഭാരതത്തിലുടനീളം ധാരാളം നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്തിൻ്റെ ക്രമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പലയിടത്തും നിശബ്ദരാകേണ്ടിയും വരുമായിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ അറിയേണ്ട കാര്യം, കർത്താവിൻ്റെ ഹിതം നമ്മൾ പൂർത്തിയാകണം, ഓരോ ദിവസവും നടക്കണമെന്ന് ആഗ്രഹിക്കണം. ഞാൻ പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാനും എനിക്ക് തോന്നി, കർത്താവ് ഇന്നത്തെ ദിവസം വളരെ നന്ദി. നാളത്തെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന ദിവസം തന്നെ വളരെ, ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ, ഇന്നൊരു നല്ല ദിവസമായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഓരോ ദിവസത്തിന് ദൈവത്തിൽ നന്ദിയുള്ളവരാകുക. ഓരോ ദിവസം ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക. കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ്, ഇന്ന് ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടേ? നിനക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ഏത് ഇഷ്ടത്തെയാണ് ഞാൻ മാറ്റിവെക്കേണ്ടത്? എൻ്റെ ഏത് പ്ലാനാണ് ഞാൻ മാറ്റേണ്ടത്? ഇന്ന് നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ, ഈ ദിവസത്തെ നിനക്ക് ഇഷ്ടമാക്കി മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വേർതിരിക്കണോ കർത്താവേ? ഞാനൊരു ഉപവാസത്തിന് വേണ്ടി വേർതിരിക്കണോ കർത്താവേ? അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവ്, ഈ വചന ധ്യാനത്തിൽ ഞാൻ സമയം ചെലവഴിക്കണോ? ഇനി ഞാൻ ചില വീഡിയോസ് കണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റണോ? നമ്മൾ ചോദിക്കുക ദൈവത്തോട്. ഓരോ ദിവസവും കർത്താവിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ മരിപ്പിക്കുന്നവരായിട്ട് മാറാൻ കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്. അതിൻ്റെ പിറകിലുള്ള ചേതവികാരം, അതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം കർത്താവിന് എന്തെല്ലാം വിട്ട് ഒഴിഞ്ഞാലും അത് തിരികെ കൊണ്ടുവരാൻ കഴിയുള്ള
നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് റിസറക്ഷൻ്റെ പവർ. മൂന്നാമത്തെ കാര്യം, ഇതൊരു ജീവിതത്തിൽ മാരകമായ അനുഭവങ്ങളെ നേരിടാനുള്ള പ്രചോദനമാണ്. അത് ഇംപീറ്റസ് ടു ഫേസ് ഡെഡ്ലി എക്സ്പീരിയൻസസ്. വളരെ മാരകമായ അല്ലെങ്കിൽ പ്രയാസമേറിയ അനുഭവങ്ങളെ നേരിടാനുള്ള ഒരു 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 പ്രചോദനമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് പറയുന്നതാണ്, ഞാൻ 32-ാമത്തെ വാക്യം വായിക്കാമോ? ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മതി. എഫെസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തു. മൃഗയുദ്ധം നമ്മൾ മൃഗയുദ്ധം, വൈൽഡ് ബീസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ അവിടെയുണ്ട്. ഞാൻ അതിനെപ്പറ്റി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് മൃഗങ്ങളോടുള്ള യുദ്ധം എന്ന അർത്ഥത്തിലല്ല. ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ പഠിക്കുന്നവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എതിരാളികളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളെ പറ്റിയാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ മൃഗയുദ്ധം, ബീസ്റ്റ് എന്നൊക്കെ പൗലോസ് ഉദ്ദേശിക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി ഉപയോഗിച്ചാലും അദ്ദേഹം ചിന്തിക്കുന്ന രീതി ഉപയോഗിച്ചാലും ഒരു ആത്മീയ അർത്ഥം കൂടെ അതിനകത്ത് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു പക്ഷേ ഒരു ആത്മമണ്ഡലത്തിൽ, ഒരു യുദ്ധത്തിൽ, ഒരു അന്ധകാര ശക്തികളുടെ ഏറ്റെടുന്ന തരത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടാകാം. ആത്മീയ യുദ്ധങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാകാം. ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ അറിയുന്നത് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല എന്ന് ബൈബിൾ പറഞ്ഞാലും പലപ്പോഴും നമ്മുടെ പോരാട്ടം മനുഷ്യരോടാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ പോരാടുന്നത് വാഴ്ചകളോടും അധികാരങ്ങളോടുമൊക്കെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ സെൻസ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനനുസരിക്കുന്ന ഒരു ഭക്തനെന്ന നിലയ്ക്ക് പൗലോസ് ഒരു ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ആ പദപ്രയോഗം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പദപ്രയോഗം പറയുകയാണ്, ഞാൻ മൃഗയുദ്ധത്തിൽ ഏർപ്പെട്ടത് മാനുഷ്യം എന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനം? ഇതിന് മാനുഷികമായ ഇടപാടൊന്നുമല്ല ഞാൻ ചെയ്തു വന്നത്, ഒരു ആത്മീയ പ്രക്രിയയാണ്. ഞാൻ മനുഷ്യരോട് ഏറ്റുമുട്ടിയതാവട്ടെ, അന്തരീക്ഷത്തിൽ ആത്മശക്തിയോടെ ഏറ്റുമുട്ടിയതാവട്ടെ, എന്തുമാവട്ടെ, എഫെസോസിൽ വെച്ച് എനിക്കുണ്ടായ ആ തീക്ഷ്ണമായ അനുഭവങ്ങൾ, അതിൻ്റെ പിറകിൽ എനിക്ക് ബലം തന്നെന്താണ്? ആ യുദ്ധത്തിൽ ഞാൻ തോറ്റാലും പരാജയപ്പെട്ടാലും എനിക്ക് വേണ്ടി ഒരു റിസറക്ഷൻ ഉണ്ട്. കർത്താവിനെ മടക്കിക്കൊണ്ടിരുന്നുള്ള ബോധ്യമാണ്. എൻ്റെ തോൽവികൾക്കകത്ത് ഞാൻ അവസാനിക്കില്ല എന്നും എനിക്ക് വേണ്ടി ഒരു ഉയർപ്പൊരു പുനരുത്ഥാനമുണ്ട്, മടങ്ങി വരവുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ്. അതാണ് പൗലോസ് പറയുന്നത്. ഞാനത് ചെയ്ത് മാനുഷ്യമാണെങ്കിൽ എന്താണ് ഇതിനകത്ത്, എനിക്ക് എന്താ പ്രയോജനം? ഞാൻ മാനുഷ്യമായിട്ടല്ല ചെയ്യുന്നത്, ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നിന്നുകൊണ്ടാണ് ഞാനത് ഏർപ്പെടുന്നത്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ റിസ്ക് ഏറ്റെടുക്കുമ്പോഴും, കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഓരോ സമയം ചെലവിടുമ്പോഴും, ഒരു പക്ഷേ മറ്റുള്ളവരൊക്കെ 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി ചെലവിടുന്ന സമയം നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കും പലപ്പോഴും ചെലവിടുന്നത്? കർത്താവിൻ്റെ കാര്യത്തിനാണ് മാറ്റിവെക്കുന്നത്, ദൈവകാര്യത്തിനായിരിക്കും, ചർച്ചയിൽ പോകാനായിരിക്കും. സാധാരണ ഒരു മനുഷ്യൻ ആ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? ഒരു പക്ഷേ ഒരു ഷിഫ്റ്റും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ആവട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സമയമായിരിക്കാം നമ്മളൊരു പക്ഷേ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മാനുഷ്യമായിട്ട് കണക്കാക്കിയാലൊന്നുമില്ല. മാനുഷ്യമായിട്ടല്ല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ തീക്ഷ്ണമായ പല തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളുമൊക്കെ അതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന എന്ത് ബോധ്യത്തിൽ? കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നെ വീണ്ടെടുക്കും എന്നുള്ള ബോധ്യത്തിൽ. അത് ആഴമേറിയ ബോധ്യമാണ്. പ്രവാചകൻ ഇങ്ങനെ പറയും, നിനക്ക് നഷ്ടമായി പോയ സംവത്സരങ്ങളെ ഞാൻ നിനക്ക് മടക്കിത്തരും. ഈ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും നീ ചെയ്ത നന്മയൊന്നും മറക്കാൻ ദൈവം അനീതിയുള്ളവനല്ല. കർത്താവിൻ്റെ ഒരു ഇടപെടൽ വ്യത്യസ്തമാണ്. ഇതിനെപ്പറ്റി ബോധ്യമുള്ള ആളാണ് പൗലോസ്. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന വ്യഥകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഏറ്റുമുട്ടലുകൾ, നമ്മൾ നേരിടുന്ന പരാജയങ്ങൾ, തോറ്റുപോകുന്ന ഇടങ്ങൾ ഒന്നും വെറുതെയല്ല. അതിനകത്തൊരു ദൈവിക പദ്ധതിയുണ്ട്. അത് മാനുഷികമല്ല എന്ന് തന്നെയാണ് പൗലോസ് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്നതുകൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നത്. ഞാനങ്ങ് ഇന്നിവിടെ അവസാനിച്ചാലും എനിക്ക് അതിനപ്പുറത്തേക്കൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പൗലോസ് പറയുന്നു. നിങ്ങളും ഞാനും ഒക്കെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഓടുമ്പോൾ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പല പ്രതിസന്ധികളും പ്രതികൂലം നേരിടുമ്പോൾ നമ്മൾ ഉറപ്പിക്കുന്നത് എന്താണെന്നോ, ഇതിനപ്പുറത്തൊരു സമയമുണ്ട്, ഇതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്, ഇതിനപ്പുറത്തൊരു മടങ്ങിവരവുണ്ട്, ഇതിനപ്പുറത്തൊരു രക്ഷയുണ്ട്, വിടുതലുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നവരാണ്. നമുക്കൊരിക്കലും നമുക്കിത് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. കർത്താവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടില്ലേ? ഉണ്ട്.
കർത്താവ് അത് പരിഹരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എത്ര കാര്യങ്ങളിൽ എടുത്തു ചാടിയിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോയിട്ട്. ഇതെല്ലാം ചെയ്യാൻ കാരണം നമുക്കറിയാം, ലോകം വെച്ച വരയ്ക്കപ്പുറത്തേക്ക് കടന്നവനാണ് കർത്താവ്. ലോകം കാണിച്ച ഏറ്റവും വലിയ ഒരു ലിമിറ്റേഷനായിരുന്നു മരണം. നീ എന്തെല്ലാം കാണിച്ചാലും മരിച്ചു തീരാനുള്ളവനാണ് എന്നുള്ളതാണ് ഈ മോർട്ടൽ മനുഷ്യനല്ലേ. നമ്മൾ മോർട്ടാലിറ്റിയുടെ പ്രത്യേകതയാണ്, നമ്മൾ മോർട്ടലാണ്, നമുക്ക് മരിച്ചു തീരുന്നവനാണ് എന്നുള്ള ഒരു വൈപ്പിൽ നിന്ന് മനുഷ്യൻ എങ്ങോട്ട് കടന്നു? കർത്താവ് എങ്ങോട്ട് കടന്നു? അതിനപ്പുറത്തേക്ക് കടന്നു. ഇല്ല, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. ഇന്ന് നിങ്ങളെടുക്കുന്ന, ഞാനെടുക്കുന്ന പല തീരുമാനങ്ങൾക്കകത്ത് തോൽവികളും പ്രതിസന്ധികളും പോരാട്ടങ്ങളുണ്ടാവാം, ആത്മീയ പോരാട്ടങ്ങളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം. അത് നമ്മൾ മാനുഷികമായിട്ടല്ല നമ്മളതിനെ കാണുന്നത്. ഇതിനപ്പുറത്ത് നമ്മളെ വീണ്ടെടുക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയാണെന്നുള്ള ബോധ്യത്തിലാണ്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പല പ്രതികൂലങ്ങളില്ലേ, പ്രതിസന്ധികളില്ലേ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളില്ലേ, അതിനപ്പുറത്ത് കർത്താവിൻ്റെ ഒരു കരത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഇത് നമ്മൾ വിഴുങ്ങിക്കളയുകയില്ല എന്ന് നമ്മൾ ഇന്ന് പോലെ കാലം ഓർത്ത്. നിൻ്റെ പെരുവെള്ളം നിൻ്റെ മേലെ വന്നാലേ നിന്നെ അല്ലേ വിഴുങ്ങിയല്ല, നിന്നെ കീഴ്പ്പെടുത്തുകയല്ല. അത് നീ തീയിൽ കൂടി നടന്നാലും, ഹല്ലേലൂയ, നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മളെ വിഴുങ്ങിക്കളയുകയില്ല. അതിന് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയത്തില്ല, അതിനെ നമ്മൾ ഒടുക്കിക്കളയാൻ കഴിയത്തില്ല. ശദ്രകനും മേശകനോടും അബേദ്നെഗോവിനോട് ചോദിച്ചാൽ 3 പേരും ഒരു സ്വരത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, തീക്ക് ഞങ്ങളെ തൊടാൻ കഴിയില്ല, ഞാൻ രോമത്തെ പോലും തൊടാൻ കഴിയില്ല. അതവരനുഭവിച്ചതാണ്. അവരെ ചുമന്നുകൊണ്ട് പോയവർ തീയിൽ ദഹിച്ച് തീർന്നപ്പോൾ അവരുടെ രോമത്തിൽ പോലും തീക്ക് തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ഉറപ്പാണ്, അവരനുഭവിച്ചതാണ്. നോക്കുക, നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, നമ്മൾ പലപ്പോഴും ചോയ്സസ് ഒന്നും മാനുഷികമല്ല, പലതും കർത്താവ് നമ്മളെ വിടുവിക്കുന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പൗലോസ് പറയുകയാണ്, അത് മാനുഷികം, എനിക്കെന്ത് പ്രയോജനം? ഞാൻ മാനുഷികമായിട്ടല്ല ചെയ്തത്, ഞാൻ എൻ്റെ ഉയർപ്പിക്കുന്ന വീണ്ടെടുക്കുന്ന കർത്താവിനെ ഓർത്തുകൊണ്ട് തന്നെ ചെയ്തതാണ്. എൻ്റെ യുദ്ധങ്ങൾ, എൻ്റെ യാത്രകൾ, ആ കാലത്ത് എത്ര യാത്രകൾ ചെയ്തു, എത്ര പ്രയത്നങ്ങൾ, അതിലെല്ലാം പൗലോസ് തിരിച്ചറിയുക, ഞാൻ ചെയ്ത ഒന്നും മാനുഷ്യമല്ല, അത് എൻ്റെ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇനി 4-ാമത്തെ കാര്യം, അതൊരു എൻകറേജ്മെൻറ്റാണ്. റിസറക്ഷൻ എന്ന് പറയുക എൻകറേജ്മെൻറ്റാണ്, ടു ലീവ് എ ഹോളി ലൈഫ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഒരു പ്രോത്സാഹനമാണത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? 32-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം തൊട്ടൊന്ന് വായിച്ച്. മരിച്ചവർ ഉയർത്തുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർബന്ധരായി ഉണരുവീൻ, പാപം ചെയ്യാതിരുപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. മതി. നോക്കിയ, മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ പരിപാടി? തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ എന്നുള്ള ഒരു വിശ്വാസം, ഒരു തത്വശാസ്ത്രം ആ കാലത്തുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവർ പറയുന്നത് നമ്മൾ നാളെ ഇല്ലല്ലോ, ഇന്നുള്ള ദിവസം, നമ്മുടെ ഇന്നത്തെ ഒരു പദപ്രയോഗങ്ങൾ അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയുന്ന പോലെ നാളെപ്പറ്റി ചിന്തിക്കുമല്ലോ. ഇന്നെങ്ങനെയാണ് സന്തോഷമായി ജീവിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ, അത് ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. അപ്പോൾ ഈ തിന്നുക കുടിക്കുക, നാളെ നമ്മൾ ഇല്ല, നമ്മളിവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ചിന്ത. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രം ശരിയാണ്. പക്ഷേ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെയല്ല ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. നാളെ ഇല്ല എന്നോർത്ത് ജീവിക്കേണ്ടവനല്ല ഒരു ദൈവ പൈതൽ. നാളെയുണ്ട്, കർത്താവ് ജീവിച്ചിരിക്കുന്നു, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 2-3 പാഠങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ദുർഭാഷണം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഞാനത് വായിച്ചത് ഇങ്ങനെയാണ്, ഈവിൽ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. അത് നമ്മൾ എത്രത്തോളം ചേരുന്നുണ്ടെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്ന മലയാളത്തിൽ ആണ് നമ്മൾ വായിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിൽ ഈവിൽ കമ്പനി കറപ്റ്റ്സ്. നമ്മുടെ നല്ല ഹാബിറ്റുകളെ തെറ്റായ കൂട്ടുകെട്ടുകൾ നശിപ്പിക്കുന്നു എന്നാണോ, കറപ്റ്റ് ചെയ്യുന്നു, അതിനെ എന്താ പറയുന്നത്, അതിനെ മോശമാക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ഏറെക്കുറെ അർത്ഥം.
നമ്മളിലുള്ള നന്മകൾ, നമ്മളിലുള്ള നല്ല ഹാബിറ്റുകൾ, നമ്മുടെ നല്ല ശീലങ്ങളെ പലപ്പോഴും തെറ്റായ കമ്പനികൾ, കൂട്ടുകെട്ടുകൾ, തെറ്റായ സംഭാഷണങ്ങൾ, ഇടപെടലുകളൊക്കെ പലപ്പോഴും നശിപ്പിച്ച് കളയും. നാം അറിഞ്ഞിരിക്കേണ്ടത്, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മളിൽ ദൈവം പകർന്നുള്ള ദൈവിക ഗുണഗണങ്ങൾ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ കമ്പനികൾ, നമ്മൾ ഇടപെടുന്ന ആളുകൾ, അതൊരു പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു ദീർഘകാലം നല്ല സമയം ഞാൻ ഒരു മ്യൂസിക് ഒരു ലോകത്ത് ജീവിച്ച ആളാണ്. എൻ്റെ ഏറ്റവും എനർജറ്റിക് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാനൊരു അപകടം കണ്ടുപിടിച്ചു അതിനകത്ത്. അന്നെനിക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും 2 വർഷത്തോളം ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്ര രൂപ കിട്ടിയാൽ നിനക്ക് നഷ്ടമുണ്ടോ, കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. എനിക്ക് വേറെ ജോലിയിട്ട് അറിയത്തില്ല താനും. പക്ഷെ ചില കമ്പനികളാണ് പലപ്പോഴും നമ്മളെ തകർത്ത് കളയുന്നത്, ചില കൂട്ടുകെട്ടുകൾ. ഇന്ന് പലകാലം ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, അത് അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. കാരണം ഇതിൻ്റെ ഇഫക്റ്റ് എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ടാണ്. നിങ്ങളുടെ ഇടത്തും വലത്തും മുമ്പിലും പുറകിൽ നിൽക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇന്ന് തൊട്ട്. അത് ദൈവ വഴിയിലേക്ക് നയിക്കുന്നവരാണോ അതോ ഉള്ള കൃപ ചോർത്തി കളയുന്നവരാണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ സ്ഥിരം ഉപദേശം പറയുന്നവർ, കൂടെ നടക്കുന്നവർ, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവർ, ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് പിടി കിട്ടും ഈ കാര്യം. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ കർത്താവിൻ്റെ കൃപയിലേക്കാണോ നയിക്കുന്നത്, ഓരോ നമ്മളെ ഉള്ള കൃപയിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും നമ്മളുടെ ഉള്ള ക്വാളിറ്റി ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണോ എന്ന് നമ്മൾ പരിശോധിച്ചു നിരന്തരം ചെയ്യേണ്ട കാര്യമാണിത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇതാണ്: നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, അവൈക്ക് ടു റൈച്ചസ്നെസ്. നീതി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുക, നീതിയെപ്പറ്റി ബോധ്യമുണ്ടാകുക. നീതി, ന്യായം 2 പ്രധാനപ്പെട്ട പദങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. നീതി നടപ്പിലാക്കുക പഴയ കാലത്ത് രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നീതിയെപ്പറ്റിയുള്ള ബോധ്യമാണ് ഒരു വിശ്വാസിയുടെ, ദൈവവേദലിൻ്റെ ഒരു പ്രധാനപ്പെട്ട വലിയൊരു പടച്ചട്ട പോലത്തെ ഒരു കാര്യമാണ്. നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്താലും നീതി ഉണ്ടാവുക. ബൈബിളിൽ ഉടനീളം നീതിയുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. അനീതി ചെയ്യരുത്, അനീതിയുടെ ഭാഗമാകരുത്, അനീതിയുടെ പണം, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യമാണ്. അനീതിയുടെ കൂലി. നമ്മുടെ കയ്യിലിരിക്കുന്ന നമുക്കുള്ളത് നീതിപൂർവമാണോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരമായി. അത് നിങ്ങളുടെ സ്വത്താവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, അധികാരമാവട്ടെ, എന്തുമാവട്ടെ, അനീതിയാൽ നാം ഉണ്ടാക്കിയത് നമുക്ക് നാശം കൊണ്ട് തരും. അനീതിയാൽ ഉണ്ടായത് ഒന്നും നിലനിൽക്കില്ല. ഒരു പക്ഷേ നിങ്ങൾക്കത് അല്ലെങ്കിൽ എനിക്കത് അനുഭവിക്കാൻ വന്നില്ലെങ്കിലും ഒന്നും അറിയാൻ പാടില്ലാത്ത തലമുറ ചിലപ്പോൾ അതിനകത്ത് പ്രതിയായി പോയേക്കാം. ഇത് ഞാൻ മാത്രം പറയുന്നോ, ഇതിൽ മാത്രമല്ല, നമ്മുടെ കൾച്ചറിൽ തന്നെ ഇതിനെപ്പറ്റി ബോധ്യങ്ങളുണ്ട്. നമ്മുടെ കൾച്ചറിൽ തന്നെ ഇതിനെപ്പറ്റി ബോധ്യങ്ങളുണ്ട്. നാം ഉണ്ടാക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും നീതി ലംഘിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. വേറൊരാളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പായിരിക്കണം. വേറൊരാൾക്ക് അവകാശപ്പെട്ടത് എൻ്റെ കയ്യിൽ വരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതിൻ്റെ സൂക്ഷ്മമായ ഒരു പ്രയോഗമാണ് 10 കൽപ്പനകൾ കാണുന്നത്. അന്യൻ്റെ കാളയും കഴുതയും അവൻ്റെ ഭാര്യയും ഒന്നിനെ നിങ്ങൾ മോഹിക്കാൻ പാടില്ല. ഇതൊക്കെ അനീതിയായിട്ടാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള നീതി ഉള്ളതാണെങ്കിൽ അതതിൻ്റെ ഫലം തന്നുകൊണ്ടേയിരിക്കും. അനീതിയുടെ ഫലം നമ്മൾ കൊതിച്ചാൽ അത് നമുക്ക് നാളുകളിൽ ദോഷം ചെയ്യുന്നതാണ്. അപ്പം നീതിക്കായി നിർമ്മതരായി ഉണരാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു. പാപം ചെയ്യാതിരിക്കണം. ജീവിതത്തെ ഇതെല്ലാം വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു വിശുദ്ധി ജീവിക്കുന്ന ആൾ എപ്പോഴും ഓർത്ത് എൻ്റെ ഭാഗത്തു നിന്ന് ദൈവികതമല്ലാത്തത്, പാപത്തിന് വഴിപ്പെടുന്നൊരു ജീവിതം എനിക്ക് ഉണ്ടാകരുതെന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകണം. പാപത്തെയൊക്കെ ബലഹീനതയായിട്ടും അതൊരു ഹാബിറ്റായിട്ടും ജോക്കായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപത്തെ പാപമായിട്ട് പറയാൻ പറ്റുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലുത്. അപ്പൊളിറ്റിക്കലായി ചിലപ്പോൾ മാറിയേക്കാം
നമ്മൾ ഇന്നൊരു കാര്യം പാപമാണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ലിമിറ്റഡ് ആണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പാപത്തെപ്പറ്റി നമ്മൾ ഒഴിവുള്ളവരായിരിക്കണം. പാപ ജീവിതത്തിൽ നമ്മളെ വെച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് പറയുകയാണ്, ചിലർക്ക് ദൈവത്തെപ്പറ്റി പരിജ്ഞാനമില്ല. ദൈവത്തെപ്പറ്റി പരിജ്ഞാനമുള്ളവരാണെങ്കിൽ മാത്രമേ, ദൈവത്തെപ്പറ്റിയുള്ള ജ്ഞാനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കൊരു ഹോളി ജീവിതം, ഒരു പരിശുദ്ധ ജീവിതം, ശുദ്ധ ജീവിതം നടക്കണമെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് കർത്താവിനെ പറ്റിയുള്ള ബോധ്യങ്ങൾ, ദൈവത്തെപ്പറ്റിയുള്ള പരിജ്ഞാനമുണ്ട്. എന്താ അവൻ്റെ പരിജ്ഞാനം? ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും ആയിരിക്കണം, അല്ലേ? ദൈവം പരിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ പരിശുദ്ധനാണ് എന്നുള്ളതാണ്. ഹോളി ഹോളി ഹോളി. ദൈവം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ആട്രിബ്യൂട്ട്, നമ്മൾ സ്വർഗത്തിലെ ആരാധനയെപ്പറ്റി പറയുമ്പം നമ്മൾ കേൾക്കുന്നതാണ് ഹോളി ഹോളി ഹോളി. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തെ സേവിപ്പാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് വരാനുള്ള യോഗ്യത എന്താണ്? ഒന്നുമില്ല. പിന്നെ ആകെ എന്താ പറയാനുള്ളത്? കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. യേശുവിൻ്റെ രക്തത്താലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇന്ന് പൽക്കാലം ഓർത്തിരിക്കണം, അയോഗ്യരായ നമ്മളെ ചേർത്ത് ദൈവം നിർത്തുന്നത് അവൻ പരിശുദ്ധനാണെങ്കിലും ആ ദൈവത്തെപ്പറ്റിയുള്ള ബോധ്യം നമുക്കില്ല പലപ്പോഴെങ്കിലും അവൻ അവൻ്റെ സ്നേഹത്താൽ നമ്മളെ കരുതുന്നതാണ്. ഇന്ന് പൽക്കാല ദൈവമക്കളെ, കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട്. ഈ ഉയർപ്പിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ ബലപ്പെടുത്തണം. ആ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നതല്ലേ, പുനരുത്ഥാനം ചെറിയൊരു കാര്യമല്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പുനരുത്ഥാനം. നിങ്ങൾക്കതിന് തള്ളിപ്പറയാൻ കഴിയില്ല. നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ പാപത്തെ ജയിച്ചവനെ നമുക്ക് ഓർക്കേണ്ടി വരും. പാപത്തെ ജയിച്ചവൻ ഓർക്കേണ്ടി വരും. നമുക്ക് നീതിക്ക് വേണ്ടി നമുക്ക് നീതിക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ അതും നീതിയിൽ ഉയർത്തെഴുന്നേറ്റവനെ നമുക്ക് ഓർക്കേണ്ടി വരും. അവൻ്റെ പുനരുത്ഥാനത്തിലാണ് നമുക്ക് എന്തുള്ളത്? ജീവിതമുള്ളത്. ഇന്ന് പൽക്കാലം നമ്മളെ ശോധന ചെയ്താൽ എത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് പൽക്കാലം ഓർക്കണം. പുനരുത്ഥാനം നമുക്ക് തരുന്ന പാഠങ്ങൾ പലതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്ന്, നമുക്കൊരു വലിയ പ്രത്യാശ തരുന്ന ഒരു കാര്യമായത്. മരണമോ തോൽവികളോ പരാജയമോ ഒന്നിൻ്റെയും അവസാനമല്ല. മരണത്തെ ജയിച്ചോ നമ്മുടെ കൂടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, ദിനംതോറും മരിക്കുന്ന പൗലോസ് പറയുകയാണ്, ദിനംതോറും ഞാൻ മരിക്കുകയാണ്, ദിനംതോറും ഞാൻ കീഴ്പ്പെടുകയാണ്, സമർപ്പിക്കുകയാണ്, എൻ്റെ ഇഷ്ടങ്ങളിൽ മേൽ ദൈവ ഇഷ്ടത്തെ പ്രതിഷ്ഠിക്കുകയാണ്, അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ താല്പര്യങ്ങളെ മാറ്റിവെക്കുകയാണ്. വചനം വളരെ ശക്തമായി പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കീഴ്പ്പെടാൻ കഴിയണമെങ്കിൽ നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇനി മറ്റൊന്ന്, മാരകമായ തീക്ഷ്ണമായ അനുഭവങ്ങൾ മൃഗയുദ്ധം പോലുള്ള അനുഭവങ്ങളുടെ പൗലോസ് കടന്നു പോകുമ്പോൾ പറയുകയാണ്, എനിക്കതിനെ നേരിടാൻ കഴിയുന്നത് ഒന്നുമല്ല, ഇതൊന്നും അവസാനമല്ല. ഞാൻ നേരിടുന്ന പ്രതികൂലങ്ങൾക്ക് അപ്പുറത്തേക്ക് എനിക്കൊരു വലിയ നിത്യതയുണ്ട്, എനിക്ക് വലിയൊരു ജയമുണ്ട്. എൻ്റെ കർത്താവിന് എന്നെ മടക്കിക്കൊണ്ടുവരാൻ കഴിയും, എന്നെ ജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള വലിയ ബോധ്യമാണ്. നാലാമത്തെ കാര്യമാണ്, വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഉൾവിളിയാണിത്. എന്താ പറയുന്നത്? പാപത്തെ ജയിക്കണം, തിന്മയെ ജയിക്കണം, ദൈവികതമല്ലാത്ത ബന്ധങ്ങളിൽ നിന്ന്, തെറ്റായ കമ്പനികളിൽ നിന്ന് ഒഴിവായി നിൽക്കണം, നീതിക്ക് വേണ്ടി പോരാടണം, ജീവിതം ദൈവ ഇഷ്ടപ്രകാരമുള്ള ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറ്. ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ഇങ്ങനൊരു ജീവിതം ജീവിച്ച കർത്താവ് നമുക്ക് മുമ്പേ കടന്നുപോയവനാ. അവൻ നമുക്ക് മുമ്പേ മാതൃകയായി കടന്നുപോയവനാ, നമുക്ക് മുന്നിൽ മാതൃക വെച്ചേച്ച് പോയവനാ. ഹല്ലേലൂയ. ആ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റുന്നത്. അവൻ മരിച്ചു എന്നത് മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം, അവൻ നമ്മളെ കാണുന്നു എന്ന യാഥാർത്ഥ്യം, അവൻ നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയുന്നുള്ള യാഥാർത്ഥ്യം, അവൻ നമ്മളെ മനസ്സിലാക്കുന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള പ്രേരണയാണ്. തോൽവികളുടെ മുമ്പിൽ, പരാജയങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് പോകാനുള്ള പ്രേരണയാണ്. നമ്മളെ തോൽപ്പിച്ച് കളയുന്നുവെന്ന് പിശാച് വെല്ലുവിളിക്കുന്നിടത്ത് മുന്നോട്ട് പോകാനുള്ള പ്രേരണയാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. ആ വെല്ലുവിളി നേരിട്ട കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ മക്കളാണ് നമ്മൾ, അവിടുത്തെ രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ. ഇന്ന് നമ്മളായിരിക്കും നമ്മുടെ ബലം കൊണ്ടല്ല, അവൻ നമ്മളെ കാത്തതുകൊണ്ടാണ്. നമ്മൾ കടന്നുപോയ ഒത്തിരി അനേകമായ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും മധ്യത്തിൽ നമ്മൾ നിലനിൽക്കാൻ കാരണം അവൻ നമ്മളെ താങ്ങിയതുകൊണ്ടാണ്. ഇന്ന് പൽക്കാലം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ള അവനിങ്ങനെ പറഞ്ഞേ, ഗലീലയിലെ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തെ നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ടുപോയവനകത്ത് വീണ്ടും വേഗം വരും, ഇത് പോയ പോലെ വേഗം വരും.
ഹല്ലേലൂയ. കർത്താവ് വീണ്ടും വരുന്ന കർത്താവാണ്. അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി എന്നുള്ളത് ഒന്നിൻ്റെ അവസാനമല്ല. അവൻ നമുക്ക് വേണ്ടി വീണ്ടും വരുന്ന കർത്താവാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ ചില നമ്മളെ തന്നെ ഏൽപ്പിച്ചു ഒരു കർത്താവേ, നിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ജീവിപ്പാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രത്യാശ എന്നെ ദിനംതോറും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ നേരിടുന്ന എൻ്റെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ കർത്താവിൻ്റെ വേല നിമിത്തം, കർത്താവിനോടുള്ള ഒപ്പമുള്ള ജീവിത നിമിത്തം, കർത്താവിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, കർത്താവിൻ്റെ കൽപ്പനകളെ പാലിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് നേരിടുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പൗലോസിനെ പോലെ നമുക്കും പറയാം അതൊന്നും മാനുഷികമല്ല. ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന, ഞാൻ ഇന്ന് കടന്നു പോകുന്ന യാത്രകളിൽ എനിക്ക് പ്രതികൂലങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതൊന്നും ഞാൻ മാനുഷികമായിട്ട് ചെയ്യുന്നതല്ല. പൗലോസ് പറയുന്നത് നമുക്ക് പറയാം അതെല്ലാം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് എന്നെ അത് പ്രേരിപ്പിക്കുന്നത്, ബലപ്പെടുത്തുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിനോടൊന്ന് ചോദിക്കും, കർത്താവേ, എൻ്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം വരുത്തുവാൻ നിനക്ക് കഴിയും, പക്ഷേ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ എനിക്ക് ബലം തരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാം.